ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന ഒരു ടെൻസിനെ പറ്റിയാണ്. ഇംഗ്ലീഷിൽ മുഖ്യമായി 3 ടെൻസുകളാണ് ഉള്ളത്: പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. ഈ ടെൻസുകളെ ഓരോന്നിനെയും 4ആയി വിഭജിച്ചിരിക്കുന്നു, സബ് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിലൊന്നാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഈ ടെൻസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദമായി നോക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ്: ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. 3 പ്രധാന ടെൻസുകളെ 4ആയി വിഭജിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിൽ പ്രസൻറ്റ് ടെൻസിൻ്റെ പെർഫെക്റ്റ് ടെൻസ് ആണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ഈ ടെൻസ് ഉണ്ടാക്കുന്നത് ഹാസ് ഓർ ഹാവിൻ്റെ കൂടെ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചേർത്താണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഉപയോഗം ഈ പറയുന്ന കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ സന്ദർഭത്തിൽ ആണ്. മുൻകാലങ്ങളിൽ അവ്യക്തമായ സമയത്ത് നടന്ന പ്രവർത്തനത്തെയും സംഭവത്തെയും സൂചിപ്പിക്കുവാൻ to indicate an action or event that happened at an unspecified time in the past. Example: I have visited China. ഭൂതകാലത്തിൽ ആരംഭിച്ചതും വർത്തമാനകാലത്ത് തുടരുന്നതുമായ പ്രവർത്തനങ്ങളെക്കുറിച്ചോ സംഭവങ്ങളെക്കുറിച്ചോ സംസാരിക്കാൻ. To talk about actions or events that started in the past and continue in the present. Example: She has lived in US for 3 years. അനുഭവങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ പ്രകടിപ്പിക്കുവാൻ. To express experiences or accomplishments. Example: They have won the championship. നിലവിലെ നിമിഷത്തിൽ പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളെയോ സംഭവങ്ങളെയോ കാണിക്കാൻ. To show actions or events that have relevance to the present moment. Example: I have finished homework, so I can go out now. അടുത്ത കാലത്തുണ്ടായ പ്രവർത്തനത്തെക്കുറിച്ച് പറയുവാൻ. To talk about recent actions. Example: He has just left. മറ്റൊരു മുൻകാല പ്രവർത്തനത്തിനോ സമയത്തിനോ മുൻപ് സംഭവിച്ച പ്രവർത്തനങ്ങളെപ്പറ്റി പറയുവാൻ. To talk about actions that occurred before another past action or point in time. Example: By the time I arrived, they had already eaten dinner. ഈ നിമിഷം വരെ ആവർത്തിച്ച് സംഭവിച്ച ഒരു പ്രവൃത്തി പ്രകടിപ്പിക്കുവാൻ. To express an action that happened repeatedly up to the present moment. I have visited that cafe many times. ഇപ്രകാരമുള്ള കോണ്ടക്സ്റ്റുകളിലാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഉപയോഗം സാധാരണയായി കാണുന്നത്. ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം. പൊതുവെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഭൂതകാല പ്രവൃത്തിയും സംഭവവും വർത്തമാന നിമിഷവും തമ്മിലുള്ള ബന്ധത്തെ എംഫസൈസ് ചെയ്യുന്നു. ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. Thanks for watching.